രാവിലെ വീശുന്ന ഇളം കാറ്റിൽ നേരിയ ചൂട് പ്രകടമായിരുന്നു. ഗ്രാമത്തിന് പുറത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ പതിവ് പോലെ തിരക്ക് തുടങ്ങിയിരുന്നു. ശബ്ദങ്ങൾ, വിലപേശൽ, തള്ളുവണ്ടി വലിക്കുന്ന തൊഴിലാളികൾ എല്ലാം സാധാരണയായി തോന്നി. എന്നാൽ ആ സാധാരണ ജനക്കൂട്ടത്തിൽ ഇന്ന് ഒരു പ്രത്യേക വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം അവിടെ അസാധാരണമായിരുന്നു. അവർ സാധാരണ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. സർക്കാർ വാഹനമോ സുരക്ഷാ ഗാർഡുകളോ ഇല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ പോലെ. ഏകദേശം 35 വയസ്സ്. ശാന്തവും ആത്മവിശ്വാസം നിറഞ്ഞതുമായ മുഖം. ആളുകൾ അവരെ കണ്ടിട്ട് പുറത്തു നിന്നുള്ള ഒരു സ്ത്രീയാണെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. എന്നാൽ അവർ ഈ ജില്ലയുടെ DM ആര്യ റാഥോർ ആണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. DM ആര്യ റാഥോർ നേരെ ഒരു തള്ളുവണ്ടിക്കടുത്ത് നിന്നു. അവിടെ ഏകദേശം 32 വയസ്സുള്ള ഒരു സ്ത്രീ പച്ചക്കറി വിൽക്കുകയായിരുന്നു. സ്ത്രീയുടെ സീമന്തരേഖയിൽ സിന്ദൂരം, നെറ്റിയിൽ നേരിയ വിയർപ്പ്, ശബ്ദത്തിൽ അധ്വാനത്തിന്റെ ക്ഷീണം. ആര്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "സഹോദരി, തക്കാളിക്ക് എന്താണ് വില?" സ്ത്രീ തല ഉയർത്തി പറഞ്ഞു, "ഇന്ന് തക്കാളിക്ക് 20 രൂപയാണ് സഹോദരി. നിങ്ങൾക്ക് എത്ര വേണം?" അപ്പോഴാണ് സ്കൂൾ യൂണിഫോമിലുള്ള ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് തള്ളുവണ്ടിക്കാരിയോട് പറഞ്ഞത്, "അമ്മ, എന്നെ സ്കൂളിൽ കൊണ്ടുവിടാമോ? ലേറ്റ് ആകുന്നു. വൈകിയാൽ ടീച്ചർ എന്നെ വഴക്ക് പറയും." സ്ത്രീ പച്ചക്കറി തൂക്കുന്ന തുലാസ് ഒതുക്കി വെച്ചിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, "മോനെ, കുറച്ചു നേരം കാത്തു നിൽക്കൂ. ഞാൻ ഈ ചേച്ചിക്ക് പച്ചക്കറി കൊടുത്ത ശേഷം നമുക്ക് പോകാം." കുട്ടി വാശി പിടിച്ചു, "വേണ്ട അമ്മ, ഇപ്പോൾ പോകാം, പ്ലീസ്." DM ആര്യ റാഥോർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അവർ പറഞ്ഞു, "സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരൂ. അതുവരെ ഞാൻ നിങ്ങളുടെ തള്ളുവണ്ടിക്ക് അടുത്തു നിൽക്കാം." തള്ളുവണ്ടിക്കാരി മടിച്ചുകൊണ്ട് പറഞ്ഞു, "അയ്യോ വേണ്ട ചേച്ചി, നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്?" എന്നാൽ ആര്യയുടെ വിശ്വാസം നിറഞ്ഞ വാക്കുകൾ അവരെ സമ്മതിപ്പിച്ചു. അവർ പറഞ്ഞു, "ശരി ചേച്ചി, ഞാൻ ഇവനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വേഗം വരാം." അവർ കുട്ടിയുമായി പോയി. ജില്ലാ കളക്ടർ ആര്യ റാഥോർ തള്ളുവണ്ടിയുടെ അടുത്തു നിന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് പച്ചക്കറി മാർക്കറ്റിലേക്ക് വന്നു. ബൈക്കിൽ ഇരുന്നത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവ് ആയിരുന്നു. ഏകദേശം 40 വയസ്സ്. തന്റെ യൂണിഫോമിന്റെ അഹങ്കാരത്തിൽ നിറഞ്ഞവൻ. ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവ് നേരെ DM ആര്യയുടെ തള്ളുവണ്ടിക്കടുത്ത് നിന്നു. ഉച്ചത്തിൽ പറഞ്ഞു, "നീ എന്നു മുതലാ ഇവിടെ പച്ചക്കറി വിൽക്കാൻ തുടങ്ങിയത്? ഇവിടെ വേറൊരു സ്ത്രീ ആയിരുന്നല്ലോ പച്ചക്കറി വിറ്റിരുന്നത്. അവൾ എവിടെ പോയി?" ആര്യ ഇൻസ്പെക്ടറോട് പറഞ്ഞു, "അവർ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയതാണ്." അപ്പോഴേക്കും പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ തിരികെ എത്തി. ഇൻസ്പെക്ടറെ കണ്ടതും അവരുടെ മുഖത്ത് പരിഭ്രമം നിഴലിച്ചു. അവർ തലകുനിച്ചു പറഞ്ഞു, "ഇൻസ്പെക്ടർ സാറേ, ഇന്ന് എന്താണ് വേണ്ടത്? ഇഷ്ടമുള്ളത് എടുത്തോളൂ." ഇൻസ്പെക്ടർ ആജ്ഞാപിച്ചു, "1 കിലോ തക്കാളി, 2 കിലോ വെണ്ടക്ക, 1 കിലോ കോവയ്ക്കയും തരണം." ആ സ്ത്രീ ഒരു ചോദ്യവും ചോദിക്കാതെ വേഗം പച്ചക്കറികൾ തൂക്കിക്കൊടുത്തു. ഇൻസ്പെക്ടർ ഒരൊറ്റ പൈസ പോലും കൊടുക്കാതെ തന്റെ മോട്ടോർ സൈക്കിളിൽ കയറി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കണ്ടിട്ട് ആര്യ റാഥോർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർ പച്ചക്കറിക്കാരിയോട് ചോദിച്ചു, "സഹോദരി, ആ ഇൻസ്പെക്ടർ എന്തിനാണ് പച്ചക്കറിയുടെ പണം തരാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളോടൊന്നും മിണ്ടാതിരുന്നത്?" ആ സ്ത്രീയുടെ കണ്ണുകളിൽ ആഴത്തിലുള്ള നിസ്സഹായത വ്യക്തമായിരുന്നു. അവർ വേദനയോട് പറഞ്ഞു, "എന്തു പറയാനാണ് ചേച്ചി, ഈ ഇൻസ്പെക്ടർ എല്ലാ ദിവസവും ഇങ്ങനെ സൗജന്യമായി പച്ചക്കറി കൊണ്ടുപോകും. എതിർത്ത് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തും. നീ എന്നോട് പൈസ ചോദിക്കുമോ? നിനക്ക് ഇത്ര ധൈര്യമോ? ഇപ്പോൾ നിന്റെ തള്ളുവണ്ടി എടുപ്പിച്ച് ഏതെങ്കിലും ഓടയിൽ എറിയും. പിന്നെ കാണാം നീ എങ്ങനെ തള്ളുവണ്ടി ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ചേച്ചി, എനിക്ക് ശരിക്കും പേടിയാണ്. തള്ളുവണ്ടി പോയാൽ എങ്ങനെ എന്റെ വീട് മുന്നോട്ട് പോകും? എന്റെ കുട്ടികൾ എന്ത് കഴിക്കും? സ്കൂളിൽ എങ്ങനെ പോകും? അതുകൊണ്ട് മിണ്ടാതെ സൗജന്യമായി ഞാൻ പച്ചക്കറി കൊടുക്കും." ഇത് കേട്ടപ്പോൾ ആര്യ റാഥോറിന്റെ മുഖഭാവം മാറി. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമത്തെ ലംഘിക്കുന്നു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിയമം കാക്കേണ്ടവർ തന്നെ അതിനെ പരിഹസിക്കുന്നു. ആര്യ ഗൗരവത്തോടെ പറഞ്ഞു, "സഹോദരി, ഇനി ഇത് നടക്കില്ല.
ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് നീതി നേടിത്തരേണ്ടത് എന്റെ കടമയാണ്. ഒരു കാര്യം ചെയ്യൂ, എന്റെ നമ്പർ വാങ്ങിക്കൊള്ളൂ. നാളെ നിങ്ങൾ തള്ളുവണ്ടി ഇടുമ്പോൾ എന്നെ വിളിക്കണം. ഞാൻ വരും. നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാനായിരിക്കും തള്ളുവണ്ടിയിൽ. ഞാൻ തന്നെ കാണട്ടെ ആ ഇൻസ്പെക്ടർ പണം തരുമോ ഇല്ലയോ എന്ന്. പണം തരാത്ത പക്ഷം ഞാൻ അയാൾക്കെതിരെ നിയമ നടപടിയെടുക്കും. നിയമത്തിന്റെ യഥാർത്ഥ ശക്തി ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയുടെ കണ്ണുകളിൽ നേരിയ പ്രതീക്ഷ തെളിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജില്ലാ കളക്ടർ ആര്യ റാഥോർ ഗ്രാമത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ രൂപം ധരിച്ച് ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയുടെ തള്ളുവണ്ടിക്കടുത്ത് വന്നു നിന്നു. തള്ളുവണ്ടിയിൽ നിറയെ പച്ചക്കറി ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. ഉരുളക്കിഴങ്ങ്, തക്കാളി, മുളക്, വെണ്ടയ്ക്ക, കോവയ്ക്ക, ക്യാരറ്റ്, അങ്ങനെയെല്ലാം. ആര്യ ചുറ്റും നോക്കി. അന്തരീക്ഷം ശാന്തമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ഇൻസ്പെക്ടർ രഞ്ജിത് യാദവ് തന്റെ മോട്ടോർ സൈക്കിളിൽ അവിടേക്ക് വന്നു. അയാൾ ബൈക്ക് നേരെ തള്ളുവണ്ടിക്കടുത്ത് നിർത്തി തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താ കാര്യം? ഇന്നും നീ ഇവിടെ തന്നെയാണോ? എന്തായാലും നീ ആ സ്ത്രീയുടെ ആരാണ്? ഇന്നലെയും ഇവിടെ തന്നെ ആയിരുന്നല്ലോ, ഇന്നും. ആര്യ പതിയെ പറഞ്ഞു, ഞാൻ അവരുടെ സഹോദരിയാണ്. ഇന്ന് അവർക്ക് വീട്ടിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തള്ളുവണ്ടിയിൽ ഇരിക്കാമെന്ന്. ഇൻസ്പെക്ടർ മോശമായ ചിരിയോടെ പറഞ്ഞു, ഓ, അപ്പോൾ നീ അവളുടെ പെങ്ങളാണോ? പക്ഷെ നീ അവളെക്കാൾ സുന്ദരിയാണല്ലോ. നിന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് അയാൾ മോശമായ ഭാഷയിൽ പറയുന്നു, അതൊക്കെ വിട്. എനിക്കൊരു കിലോ ക്യാരറ്റ് വേണം. കൂടെ കുറച്ച് മല്ലിയിലയും മുളകും കൂടി തരണം. ആര്യ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ പച്ചക്കറികൾ തൂക്കി അയാളുടെ കയ്യിൽ കൊടുത്തു. ഇൻസ്പെക്ടർ പച്ചക്കറിയുമായി പോകാൻ തുടങ്ങിയപ്പോൾ ആര്യ ഉറച്ചതും കടുപ്പമേറിയതുമായ ശബ്ദത്തിൽ പറഞ്ഞു, നിൽക്കൂ ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ഇതുവരെ പച്ചക്കറിയുടെ പണം തന്നില്ല. പച്ചക്കറിയുടെ പണം തരൂ. ഇത് ഇങ്ങനെ നടക്കില്ല. ഇൻസ്പെക്ടർക്ക് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ തിരിഞ്ഞു പറഞ്ഞു, എന്ത് പണം? ഞാൻ എല്ലാ ദിവസവും സൗജന്യമായാണ് എടുക്കുന്നത്. നിന്റെ പെങ്ങളോട് ചോദിച്ചു നോക്ക്. അവളൊന്നും പറയാറില്ല. നീ എന്റെ മുന്നിൽ വെച്ച് അധികം സംസാരിക്കേണ്ട. അയാൾ വീണ്ടും പോകാൻ തിരിഞ്ഞു. പക്ഷെ ആര്യയുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിലായി. നിങ്ങൾ എന്റെ സഹോദരിയിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷേ അത് എന്നിൽ നിന്ന് പറ്റില്ല. പച്ചക്കറിയുടെ പണം തരണം. ഞങ്ങളും പണം മുടക്കിയാണ് ഈ പച്ചക്കറികൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒരു ദിവസം പച്ചക്കറി വിൽക്കാതിരുന്നാൽ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് കത്തുകയില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ സൗജന്യമായി പച്ചക്കറി എടുത്ത് ഞങ്ങളുടെ വയറ്റ് തടിക്കുകയാണ്. ഇത് കേട്ടതും ഇൻസ്പെക്ടർ രഞ്ജിത് യാദവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഒന്നും ആലോചിക്കാതെ അയാൾ ദേഷ്യത്തിൽ ആര്യ റാഥോറിന്റെ കവിളിൽ ആഞ്ഞൊരു അടി കൊടുത്തു. അടി അത്രയും ശക്തമായിരുന്നു. ആര്യ ഒരു ചുവട് പിന്നോട്ടാടിപ്പോയി. കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവർ സ്വയം നിയന്ത്രിച്ചു. അവരുടെ മുഖത്ത് വേദനയുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതലായി ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവായിരുന്നു അത്. ഇനി മിണ്ടാതിരിക്കേണ്ട സമയമല്ലായിരുന്നു. വിറക്കുന്നതും എന്നാൽ ദൃഢവുമായ ശബ്ദത്തിൽ ആര്യ പറഞ്ഞു, നിങ്ങൾ ഒരു സ്ത്രീയുടെ നേർക്ക് കൈ ഉയർത്തി. അത് വലിയ തെറ്റാണ്. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ ദേഷ്യം വർദ്ധിച്ചു. അയാൾ അലറി, നീ എന്നെ പഠിപ്പിക്കുമോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ദേഷ്യത്തിൽ നിയന്ത്രണം വിട്ട് അയാൾ ആര്യയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. ആര്യ വേദനയോടെ കരഞ്ഞു. അവരുടെ ശ്വാസം വേഗത്തിലായിരുന്നു. പക്ഷെ ധൈര്യം ചോർന്നില്ല. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ഇതെല്ലാം വളരെ തെറ്റാണ്. ഞാൻ നിങ്ങൾക്കെതിരെ റിപ്പോർട്ട് നൽകും. നിങ്ങൾ പച്ചക്കറിയുടെ പണം തന്നേ പറ്റൂ. പക്ഷെ ഇൻസ്പെക്ടർ തന്റെ യൂണിഫോമിന്റെയും സ്ഥാനത്തിന്റെയും ലഹരിയിലായിരുന്നു. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, റിപ്പോർട്ടോ? നിനക്കത്രയ്ക്ക് ധൈര്യമോ? നീ ഒരു സാധാരണ പച്ചക്കറി വിൽക്കുന്നവളും ഞാൻ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുമാണ്. നിന്നെ ഇവിടെ വെച്ച് തന്നെ എനിക്ക് വിലക്ക് വാങ്ങാനാകും. കൂടുതൽ സംസാരിച്ചാൽ നിന്നെ തന്നെ പിടിച്ച് ജയിലിലിടും. ഇത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. ആര്യ അവിടെ തള്ളുവണ്ടിക്കടുത്ത് നിന്നു. അവരുടെ ഉള്ളിലെ ദേഷ്യം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അവർ സ്വയം നിയന്ത്രിച്ചു. കുറച്ചു നിമിഷങ്ങൾ തള്ളുവണ്ടിക്കടുത്ത് മിണ്ടാതെ ഇരുന്ന ശേഷം ആര്യ റാഥോർ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയെ വിളിച്ചു. പതിയെ പറഞ്ഞു, സഹോദരി, ഇനി നിങ്ങൾ തള്ളുവണ്ടിയിലേക്ക് വന്നോളൂ. ഈ ഇൻസ്പെക്ടർക്ക് നിയമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കും. പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ അവിടെ എത്തിയ ഉടൻ ആര്യ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് അവർ നേരെ വീട്ടിലേക്ക് മടങ്ങി.
സാധാരണ സാരി മാറ്റി അവൾ മറ്റു വസ്ത്രങ്ങൾ ധരിച്ചു. മുഖത്ത് ക്ഷീണം നിഴലിച്ചിരുന്നു. പക്ഷെ കണ്ണുകളിൽ നീതിക്ക് വേണ്ടിയുള്ള തീജ്വാല കത്തി നിന്നു. സുഹൃത്തുക്കളെ, ഈ കഥ പാതിയിൽ വെച്ച് ഉപേക്ഷിക്കരുത്. കാരണം ഇനി കഥയുടെ ക്ലൈമാക്സ് ആണ് വരാൻ പോകുന്നത്. അത് വളരെ രസകരമാണ്. അതുകൊണ്ട് കഥയുടെ അവസാനം വരെ കൂടെ ഉണ്ടാകണം. ഇപ്പോൾ ആര്യ റാത്തോർ ഒരു DM എന്ന നിലയിലല്ല, മറിച്ച് ഒരു സാധാരണ സ്ത്രീയെ പോലെ സ്റ്റേഷനിലെത്തി. ആർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്റ്റേഷനകത്തേക്ക് കടന്നപ്പോൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവിനെ കണ്ടില്ല. ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഡെസ്കിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ആര്യ അയാളുടെ അടുത്തെത്തി നേരെ കാര്യം പറഞ്ഞു. എനിക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവ് ഇവിടെ? SHO സാറിനെയും കാണണം. ഹെഡ് കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞു. ഇൻസ്പെക്ടർ സാർ ചില ജോലിയായി വീട്ടിൽ പോയിരിക്കുന്നു. SHO സാർ ഫീൽഡ് വിസിറ്റ് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുനേരം ഇരിക്കാം. അദ്ദേഹം കുറച്ചു കഴിഞ്ഞു വരും. ആര്യ മിണ്ടാതെ ഒരു മൂലയിലുള്ള ബെഞ്ചിൽ പോയിരുന്നു. അവർ ഇപ്പോഴും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചു വെച്ചിരുന്നു. ഉള്ളിൽ തീ ആളി കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖം ശാന്തമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ SHO അരവിന്ദ് പാഠക് സ്റ്റേഷനകത്തേക്ക് വന്നു. മുന്നിലെ ബെഞ്ചിലിരുന്ന സ്ത്രീയുടെ നേർക്ക് കണ്ണുകൾ പതിച്ചപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചു. ചോദ്യഭാവത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ആര്യ അതേ ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. സാറേ, എനിക്ക് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അരവിന്ദ് പാഠക് പറഞ്ഞു. ശരി, എന്റെ ക്യാബിനിലേക്ക് വരൂ. ക്യാബിനിൽ എത്തിയ ശേഷം അരവിന്ദ് പാഠക് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതി നൽകണം. പക്ഷെ റിപ്പോർട്ട് എഴുതി നൽകുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവിനുള്ള പണം നൽകേണ്ടി വരും. ഇവിടെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ 5000 രൂപയാണ് ഫീസ്. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗം എടുക്കൂ, എന്നിട്ട് നിങ്ങളുടെ പരാതി എഴുതാം. ആര്യയുടെ മുഖം കടുത്തു. ഗൗരവത്തോട് പറഞ്ഞു, എന്തിനാണ് പണം? റിപ്പോർട്ട് എഴുതി നൽകാൻ പണമൊന്നും ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങൾ തികച്ചും കൈക്കൂലി ആവശ്യപ്പെടുകയാണ്. SHO അരവിന്ദ് പാഠക് പറഞ്ഞു. അയ്യോ, ഇവിടെയെല്ലാം സൗജന്യമാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? വരുന്നവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പണം തന്നിട്ട് പോകുന്നത്. പണം തരാതിരുന്നാൽ അവരുടെ റിപ്പോർട്ടും എഴുതുകയില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ. റിപ്പോർട്ട് എഴുതണമെങ്കിൽ പണം കൊടുത്തേ പറ്റൂ. ആര്യ ദീർഘമായി ശ്വാസം വിട്ടു. എന്നിട്ട് ഒന്നും പറയാതെ പോക്കറ്റിൽ നിന്ന് 5000 രൂപ എടുത്ത് SHOയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എടുത്തോളൂ, ഇനി റിപ്പോർട്ട് എഴുതൂ. പണം വാങ്ങിയ ഉടൻ SHO ചോദിച്ചു, പറയൂ, ആർക്കെതിരെയാണ് റിപ്പോർട്ട് നൽകേണ്ടത്? ആര്യയുടെ മുഖം ഇപ്പോൾ കർശനമായിരുന്നു. അവർ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവിനെതിരെ. അദ്ദേഹം ഒരു പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി. അവരുടെ തള്ളുവണ്ടിയിൽ നിന്ന് എല്ലാ ദിവസവും പണം കൊടുക്കാതെ പച്ചക്കറി എടുത്തു പോകുന്നു. ആ സ്ത്രീ പണം ചോദിക്കുമ്പോൾ തള്ളുവണ്ടി മാറ്റിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ഇതിനെ എതിർത്തപ്പോൾ അയാൾ എന്റെ നേർക്ക് കൈ ഉയർത്തി. എനിക്ക് ഇതിൽ കർശന നിയമ നടപടി വേണം. SHO അരവിന്ദ് പാഠകിന്റെ മുഖം വിളറിപ്പോയി. ചുണ്ടുകൾ വരളുകയും കണ്ണുകളിൽ പരിഭ്രമം നിറയുകയും ചെയ്തു. അദ്ദേഹം പതറിക്കൊണ്ട് പറഞ്ഞു, അത് ഞങ്ങളുടെ സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടർ ആണ്. പിന്നെ ആരെങ്കിലും സൗജന്യമായി സാധനം തന്നാൽ അതിലെന്താണ് തെറ്റ്? ഞങ്ങൾ പോലീസുകാരാണ്, കുറച്ചൊക്കെ നടക്കും. ആര്യക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായി. ഈ സംവിധാനം ഉള്ളിൽ നിന്ന് അഴുകിപ്പോയിരിക്കുന്നു. ഈ യൂണിഫോം ഇനി സുരക്ഷയ്ക്കുള്ളതല്ല, മറിച്ച് പാവപ്പെട്ട നിസ്സഹായരായ ആളുകളെ ഉപദ്രവിക്കാനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. അവർ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ഒരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നത് പോലെ. അടുത്ത ദിവസം രാവിലെ DM ആര്യ റാത്തോർ തന്റെ യഥാർത്ഥ രൂപത്തിലെത്തി. ഇളം റോസ് നിറമുള്ള സാരി ധരിച്ച് സർക്കാർ വാഹനത്തിൽ നേരെ അതേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഒപ്പം അവരുടെ ഔദ്യോഗിക വാഹന വ്യൂഹവും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. DM ആര്യ റാത്തോർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടൻ അകത്ത് ബഹളമായി. ഇന്നലെ വരെ അവരെ ഒരു സാധാരണ സ്ത്രീയായി കണ്ട സ്റ്റാഫുകൾക്ക് ഇന്ന് അവരെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്റ്റേഷന്റെ പ്രധാന ഹാളിൽ പ്രവേശിച്ച ഉടൻ ആര്യയുടെ സൂക്ഷ്മമായ കണ്ണുകൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവിലേക്കും SHO അരവിന്ദ് പാഠകിലേക്കും പതിഞ്ഞു. ഇന്നലെ വരെ യൂണിഫോമിന്റെ ലഹരിയിലായിരുന്ന അവർ ഇന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുഖത്ത് വിളർച്ച ബാധിച്ചിരുന്നു. രഞ്ജിത്ത് പരിഭ്രമിച്ചു പറഞ്ഞു, മേഡം, നിങ്ങൾ ആരാണ്? SHO അരവിന്ദ് പാഠക്കും പറഞ്ഞു,
നിങ്ങൾ ഇന്നലെയും റിപ്പോർട്ട് എഴുതി നൽകാൻ വന്നതല്ലേ? ആര്യയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയുടെ ഗാംഭീര്യവും ദൃഢനിശ്ചയവും തിളങ്ങി. അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാനാണ് ഈ ജില്ലയിലെ DM ആര്യ റാത്തോർ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എങ്ങനെയാണ് പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തുന്നതെന്നും കൈക്കൂലി വാങ്ങുന്നതെന്നും യൂണിഫോമിന്റെ മറവിൽ എങ്ങനെയാണ് അതിക്രമം നടത്തുന്നതെന്നും എല്ലാം എനിക്കിപ്പോൾ അറിയാം. രണ്ടുദ്യോഗസ്ഥരുടെയും മുഖത്തെ നിറം മാറി. പരിഭ്രമിച്ച് അരവിന്ദ് പാഠക് പറഞ്ഞു, മാഡം, നിങ്ങൾ ശരിക്കും DM ആണെങ്കിൽ ദയവായി നിങ്ങളുടെ ഔദ്യോഗിക ID കാർഡ് കാണിക്കാമോ? ആര്യ ശാന്തമായി ബാഗിൽ നിന്ന് ഔദ്യോഗിക ID എടുത്ത് രണ്ടുപേരുടെയും മുന്നിൽ വെച്ചു. ID കണ്ടതും രണ്ടുപേരുടെയും കൈകൾ വിറച്ചു. അരവിന്ദ് ഉടൻ കൈകൂപ്പി. ക്ഷമിക്കണം മാഡം, ഞങ്ങൾക്ക് വലിയ തെറ്റ് പറ്റി. നിങ്ങൾ DM ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവും ലജ്ജയോടെ തലകുനിച്ചു നിന്നു. മാഡം, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വലിയ തെറ്റാണ് പറ്റിയത്. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ആര്യ ഇപ്പോൾ പൂർണ്ണമായും കടുപ്പത്തിലായിരുന്നു. അവർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇത് തെറ്റല്ല, കുറ്റകൃത്യമാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഇതിന്റെ ശിക്ഷ ലഭിക്കും. ഇപ്പോൾ മുതൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഈ സ്റ്റേഷനിൽ ഇനി പാവപ്പെട്ടവരുടെ ചൂഷണം ഉണ്ടാകില്ല. യൂണിഫോമിന്റെ മറവിൽ ഒരു അതിക്രമവും ഉണ്ടാകില്ല. അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അവർ ഉത്തരവ് നൽകി. ഇവരെ രണ്ടുപേരെയും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുക. അതിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് ലഭിക്കണം. സ്റ്റേഷൻ നിശബ്ദമായി. ഇന്നവിടെ ആദ്യമായി നീതിയുടെ പ്രതിധ്വനി കേട്ടു. DM ആര്യ റാത്തോർ ഒരു ദീർഘശ്വാസം എടുത്തു. അവരുടെ മുഖം കടുപ്പമേറിയതായിരുന്നു. പക്ഷെ കണ്ണുകളിൽ നേരിയ വേദനയും ഉത്തരവാദിത്വത്തിന്റെ തിളക്കവും ഉണ്ടായിരുന്നു. അവർ രണ്ടു ഉദ്യോഗസ്ഥരെയും നോക്കി ഗൗരവത്തോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ക്ഷമ അർഹിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ വീണ്ടും ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ശബ്ദം അടിച്ചമർത്തും. ഏതെങ്കിലും നിസ്സഹായനായ വ്യക്തിയോട് അതിക്രമം ചെയ്യും. ഇത്രയും പറഞ്ഞ് DM ആര്യ റാത്തോർ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥരും ഇൻസ്പെക്ടർ രഞ്ജിത്ത് യാദവും SHO അരവിന്ദ് പാഠകും മുട്ടുകുത്തി നിലത്ത് വീണത്. അവരുടെ മുഖത്ത് ലജ്ജയും പശ്ചാത്താപവും ഭയവും കലർന്നിരുന്നു. മാഡം, നിങ്ങൾ പറയുന്നത് തികച്ചും ശരിയാണ്. അരവിന്ദ് പാഠകിന്റെ ശബ്ദം വിറച്ചു. ഞങ്ങൾ ശരിക്കും ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ ഒരു അവസരം തരണം. ഞങ്ങളെല്ലാം മാറ്റിയെടുക്കും. പാവപ്പെട്ടവരെ ബഹുമാനിക്കും. കൈക്കൂലി വാങ്ങില്ല. നിയമം ശരിക്കും പാലിക്കും. രഞ്ജിത്ത് യാദവും തലകുനിച്ചു പറഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണം മാഡം. ഇനി ഞങ്ങളിൽ നിന്ന് തെറ്റുണ്ടായാൽ നിങ്ങൾ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യരുത്. പകരം നേരെ ജയിലിലേക്ക് അയച്ചോളൂ. ആര്യ കുറച്ചു നിമിഷങ്ങൾ മൗനം പാലിച്ചു. അവരുടെ കണ്ണുകൾ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് ഉറച്ചു നിന്നു. എവിടെയോ DM ആര്യക്ക് അവരുടെ മുഖത്ത് പശ്ചാത്താപത്തിന്റെ നേർക്കാഴ്ച കാണാൻ കഴിഞ്ഞു. അവർ ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്ക് ഒരു അവസാന അവസരം നൽകുന്നു. പക്ഷേ ഓർക്കുക, ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പാണ്. ഒരു തവണ പോലും ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ശബ്ദം എന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ, ഈ സ്റ്റേഷനിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അടുത്ത തവണ ക്ഷമിക്കില്ല. നേരെ ജയിലായിരിക്കും. രണ്ടുദ്യോഗസ്ഥരും തലകുനിച്ചു നിന്നു. ഒരു പക്ഷെ ഉള്ളിൽ എന്തോ മാറ്റം വന്നിരുന്നു. പോകുന്ന വഴിക്ക് ആര്യ സ്റ്റേഷനിലേക്ക് ഒരു നോട്ടം നൽകി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, പോലീസ് യൂണിഫോം ആളുകളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വിശ്വാസം നൽകാൻ വേണ്ടിയുള്ളതാണ്. യൂണിഫോം ധരിക്കുന്നവർ സ്വയം ബഹുമാനം നൽകാൻ പഠിക്കുന്നതുവരെ ഈ യൂണിഫോം ബഹുമാനത്തിന് അർഹമായി കണക്കാക്കില്ല. ഇതിനുശേഷം DM ആര്യ റാത്തോർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നിൽ നിശബ്ദത മാത്രം അവശേഷിച്ചു. എന്നാൽ ആ നിശബ്ദത ഭയത്തിൻ്റെതല്ല, ആത്മപരിശോധനയുടേതായിരുന്നു. അന്നു മുതൽ സ്റ്റേഷൻ ശരിക്കും മാറിയതുപോലെയായി. ഇപ്പോൾ ആരും കൈക്കൂലി ആവശ്യപ്പെടുന്നില്ല. ഓരോ പരാതിക്കാരനെയും തുല്യതയോടെ കേൾക്കുന്നു. പാവപ്പെട്ടവരുടെ FIR പണമില്ലാതെ ഫയൽ ചെയ്യുന്നു. മാർക്കറ്റുകളിലും തെരുവുകളിലും കവലകളിലും പോലീസ് ഇപ്പോൾ ആളുകളെ സഹായിക്കുന്നതാണ് കാണുന്നത്. ആളുകളിൽ ഭയം പരത്തുന്നില്ല. ഒരിക്കൽ ഭയന്നിരുന്ന ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ ഇപ്പോൾ തന്റെ തള്ളുവണ്ടിക്കടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം അവർക്കിപ്പോൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: പദവിയും സ്ഥാനവും വെറും പ്രദർശനത്തിനുള്ളതല്ല, മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ സ്ഥാനം പാവപ്പെട്ടവരെയും നിസ്സഹായരെയും സഹായിക്കാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. അനീതിക്കെതിരെ നിലകൊള്ളുന്നത് ഒരിക്കലും എളുപ്പമല്ല. എന്നാൽ ഭയത്തെ മറികടന്ന് ധൈര്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ നേതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകളുടെ മനസ്സിൽ യൂണിഫോമിനോട് ഭയമല്ല, വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. സുഹൃത്തുക്കളെ, ഈ കഥ പറയുന്നതിന്റെ ഉദ്ദേശം ആരെയും വിഷമിപ്പിക്കാനോ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താനോ അല്ല. ഏതെങ്കിലും ജാതി, മതം, സമുദായം അല്ലെങ്കിൽ തൊഴിലിനെ തെറ്റായി ചിത്രീകരിക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല. ഈ കഥയുടെ ഏക ലക്ഷ്യം നിങ്ങളെ ബോധവാന്മാരാക്കുകയും ജാഗ്രതയുള്ളവരാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പാവപ്പെട്ടവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടാതെ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കഥ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ നിശബ്ദമായ ഒരു ശബ്ദത്തെ ഒരു ഉച്ചത്തിലുള്ള സത്യമാക്കി മാറ്റാൻ സാധിക്കും. ശബ്ദമുയർത്തുക, പിന്തുണ നൽകുക, മാറ്റത്തിന്റെ ഭാഗമാകുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.